തുടക്കം തന്നെ തൂക്കിയല്ലോ വാര്യരെ. ഒരുത്തൻ കോൺഗ്രസിൽ നിന്നും CPM-ലേക്കും വേറെ ഒരുത്തി കോൺഗ്രസിൽ നിന്നും BJP-യിലേക്കും പോയിട്ട് വലിയ മെച്ചമൊന്നും അവർക്കോ ആ പാർട്ടിക്കോ ഉണ്ടായിട്ടില്ല എങ്കിലും വാര്യർ വരികയും ചെങ്കോട്ട പിടിച്ചടക്കുകയും ചെയ്ത കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൃക്കരിപ്പൂരിൽ ഒരു കാലത്തും ജയിക്കാത്ത കോൺഗ്രസ് ഇതാ ഇക്കുറി UDF കൊടുങ്കാറ്റിൽ തൃക്കരിപ്പൂരിനെയും അങ്ങ് പിടിച്ചെടുത്തു. ഇന്നിപ്പോൾ രാജ്യത്ത് ഒരിടത്തും അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയായി CPM മാറുന്ന അതിദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവരുടെ പരാജയത്തിൽ വിജയിച്ചു കയറിയവർ കോൺഗ്രസുകാരല്ല, പകരം BJP-ക്കാരാണ്. കൊട്ടിഘോഷിച്ച് രണ്ടാം പിണറായി സർക്കാർ കൊണ്ടുവന്ന മേയർ ആര്യ രാജേന്ദ്രനിലൂടെ തിരുവനന്തപുരം തീർത്തും BJP-ക്ക് വിട്ടുകൊടുത്തു. അതിനുശേഷം സകല അടവുകളും പയറ്റിയ V. ശിവൻകുട്ടി നിയമവും BJP-ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നിട്ടിപ്പോൾ കോൺഗ്രസിന് വോട്ട് കൊടുത്തവരൊക്കെ വിഡ്ഢികളാണെന്ന് യാതൊരു ബോധവുമില്ലാതെ ഉടുമ്പ് ചോലയിൽ നിന്ന് MM മണി കഴിഞ്ഞ ദിവസം വിളിച്ചു പറയുകയുണ്ടായിരുന്നു. തീർന്നില്ല. AKG സെന്ററിലെ സ്ഥിരം ക്യാപ്സ്യൂളുകാരൻ നികേഷ് കുമാർ പറയുന്നത് BJP നേടിയ 3 സീറ്റും കോൺഗ്രസിന്റെ തണലിലാണെന്നൊക്കെയാണ്. എങ്ങനെ ഇങ്ങനെ തോറ്റു തുന്നം പാടിയിട്ടും പറയാൻ സാധിക്കുന്നു? എന്തായാലും ഇത്തവണ കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് അടി കൂടുകയാണെന്ന് പറയുന്നവർ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് നേതാക്കളുണ്ട്. അതിന് VD ആയാലും KC ആയാലും RC ആയാലും എണ്ണി നിരത്തി കാണിക്കാൻ ഞങ്ങൾക്ക് തലമുതിർന്നവരും യുവനിരയും KSU കുട്ടികളുമൊക്കെയായി കോൺഗ്രസ് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ടീം UDF ആയി നിലയുറപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനും മറ്റു മന്ത്രിമാർ ആരൊക്കെയെന്ന് തീരുമാനിക്കാനും ഇതേ കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. അവിടെ തോറ്റതിന്റെ ചൊരുക്ക് തീർക്കാൻ ആരും വരേണ്ട. എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്? AKG സെന്റർ മൂകശോകമായിരുന്നു. ഒച്ചയുമില്ല, അനക്കവുമില്ല. എല്ലാത്തിന്റെയും കപ്പിത്താനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാവൽ നിൽക്കുകയാണ്. കേരളത്തെ UDF-ന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നിടം വരെ ഒരാളോടും കടക്ക് പുറത്ത് എന്ന് ഇനി സഖാവ് പിണറായി പറയില്ല. കാരണം CPM-ലെ തന്നെ സകല വിരലുകളും ഇപ്പോൾ പിണറായി വിജയനെതിരെ ചൂണ്ടിയിട്ടുണ്ട്. പിണറായിക്ക് മുകളിൽ പരുന്തും പറക്കില്ല എന്നായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പിണറായിക്ക് മുകളിൽ അബ്ദുൾ റഷീദ് പറക്കുമെന്ന അവസ്ഥ വരെ കാര്യങ്ങളെത്തി. അവിടെയാണ് CPM-ന് ഹാലിളകിയതും UDF വിജയക്കൊടി പാറിച്ചെടുത്ത് സംഘർഷമുണ്ടാക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തത്. അവിടെ തന്നെയാണ് നമ്മളൊക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുയായികളാണ്, ഒരാളും ഒരു സംഘർഷവും ഉണ്ടാക്കാതെ ഒഴിഞ്ഞു പോകണമെന്ന് സ്വന്തം അണികളോട് സന്ദീപ് വാര്യർ പറഞ്ഞത്. ആ രംഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഞാൻ പറയുന്നത് അച്ചടക്കമുള്ള പാണക്കാട് കുഴപ്പമില്ലാതെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുയായികളാണ്. ഒരു കാരണവശാലും ഇവിടെ ഇപ്പൊ ഒരു സംഘർഷം നിൽക്കണ്ട. ഇത് ലോകം അവസാനിക്കുന്ന ദിവസമല്ല. സന്ദീപ് ഇവിടെ തന്നെയുണ്ട്. ഈ പറഞ്ഞ കടപ്പുറം ഇവിടെ തന്നെയുണ്ട്. ഈ എറിഞ്ഞ ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഭൂമിയിലുണ്ടെങ്കിൽ നമ്മളെ നടപടി എടുത്തിരിപ്പിക്കും.